നമസ്കാരം. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷം 75,000 സീറ്റുകളാണ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രി ബജറ്റിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. കൂടാതെ നിരവധി ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 36 ജീവൻ രക്ഷാ ഔഷധങ്ങളെയാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. കൂടാതെ രാജ്യത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ഇത് സാധാരണക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ പലപ്പോഴും വലിയ നഗരങ്ങളിൽ മാത്രമുള്ള സ്വകാര്യ ആശുപത്രികളിലും അപൂർവം കേന്ദ്ര സർക്കാരിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മാത്രമാണ് ഇപ്പോഴുള്ളത്. ഈ പദ്ധതി നിലവിൽ വരുന്നതോടുകൂടി രാജ്യത്തെ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്കൊക്കെ തന്നെ സൗജന്യ നിരക്കിൽ ഇവിടെ നിന്ന് ചികിത്സ ലഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. 6 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാനും പദ്ധതി പ്രഖ്യാപിച്ചു. 8 കോടി കുഞ്ഞുങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും എന്നാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഏറെ സ്വാഗതാർഹമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രോഗങ്ങൾ ബാധിച്ചാൽ അതിന് ചികിത്സ ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല വലിയ പണച്ചിലവുള്ള കാര്യം കൂടിയാണ്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കാം കേന്ദ്ര ധനകാര്യമന്ത്രി ബജറ്റിൽ ഇത്രയധികം പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പലപ്പോഴും ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ വില സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നാണെന്ന വ്യാപകമായ പരാതികൾ കൂടി ഉയർന്ന സാഹചര്യത്തിലായിരിക്കാം 36 ഇനം മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി എടുത്ത് കളഞ്ഞത്. ഇതോടുകൂടി ഇത്തരം മരുന്നുകളുടെയൊക്കെ തന്നെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മറ്റ് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങളൊക്കെ ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള മരുന്നുകളുടെയൊക്കെ തന്നെ വില കുറയാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള ഈ ഒരു മാറ്റിവയ്ക്കൽ ഇത് അങ്ങേയറ്റം ഗുണകരമാകും എന്ന് തന്നെ ഉറപ്പാണ്. തുടർച്ചയായി 8 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച് ചരിത്രം കുറിക്കുകയാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലൂടെ ചെയ്തിരിക്കുന്നത്. 2019 2ാം നരേന്ദ്രമോദി സർക്കാരിലാണ് ഇന്ത്യയുടെ ആദ്യ മുഴുവൻ സമയ ധനകാര്യമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ ചുമതലയേൽക്കുന്നത്. അന്ന് മുതൽ 2024 ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ബജറ്റുകളും അവതരിപ്പിച്ചതും നിർമ്മലാ സീതാരാമനായിരുന്നു. 2020 നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം 2 മണിക്കൂർ 40 മിനിറ്റാണ് നീണ്ടു നിന്നത്. അതേസമയം ഇന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എടുത്ത സമയം 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമായിരുന്നു. ഏതായാലും ബജറ്റ് സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്കിലും മധ്യവർത്തി മേഖലയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആരോഗ്യ മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഒക്കെ തന്നെ സാധാരണക്കാരായ ഇടത്തരക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന നിരവധി നിർദ്ദേശങ്ങളാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ഈ കേന്ദ്ര ബജറ്റിൽ ഉള്ളത്.